രജൻ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് LDFും UDFും ഒരേ സമയം തന്നെ പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. തുടക്കത്തിൽ LDFിനെ പ്രതിരോധിക്കാൻ ഒരല്പം മേൽക്കൈ UDFിന് ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അത് അങ്ങോട്ട് മാറുന്ന കാഴ്ചയും UDFും അതേ നാണയത്തിൽ തന്നെ ദുർബലമാകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞ വിഷയം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഉയരുന്ന ചോദ്യം എന്ന് പറയുന്നത് LDFും UDFും തുല്യ പങ്കാളിത്തത്തോടെ നടത്തിയ കൊള്ള അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം, ഇതിലെ വൻ കൊള്ളകളിൽ ഏതൊക്കെ രീതിയിൽ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ളതിൽ പരസ്പരം ആരോപണം ഉന്നയിക്കുന്നതോടൊപ്പം തന്നെ ഒരു പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് കോൺഗ്രസ് ക്രിയാത്മകമായ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചുവടുവയ്പ്പിലേക്ക് കടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തല ഒരു വ്യാപാരി വ്യവസായിയിലേക്കൊക്കെ ചേർന്ന് നിന്നെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് നിശബ്ദമാകുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ സമ്മർദ്ദത്തിലാകുന്നു എന്നുള്ള ആരോപണം ഒരു അടിസ്ഥാനത്തിൽ ശരിവെക്കുന്നത് തന്നെയാണല്ലേ? ഇതിനകത്ത് യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ UDFും LDFും സമ്മർദ്ദത്തിലാകുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമേ ഇല്ല. ഇവിടെ UDF ഒരിക്കലും സമ്മർദ്ദത്തിലാവേണ്ട യാതൊരു കാര്യവുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ കേസും നിലവിൽ വരുന്നത് എന്നാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഹൈക്കോടതിയുടെ നിരീക്ഷണം വരുന്നത് 2025-ലാണ്. 2025 ദേവസ്വം ബോർഡ് മെമ്പറിന്റെ പേര്, പ്രസിഡന്റിന്റെ പേര് പ്രശാന്ത് എന്നാണ്. ദേവസ്വം ബോർഡ് മന്ത്രിയുടെ പേര് വാസവൻ എന്നാണ്. ആ സാഹചര്യത്തിൽ ശബരിമല ധാരപാലക ശില്പങ്ങൾ ഉൾപ്പെടെ 2025 ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷനിലേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ നടത്തേണ്ട അറ്റകുറ്റപ്പണികൾ, ശബരിമലയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊണ്ടുവച്ചിട്ടുള്ള ഒരു നിയമപ്രകാരം ശബരിമലയിൽ എന്ത് അറ്റകുറ്റപ്പണികൾ നടക്കണമെങ്കിൽ അവിടെ വെച്ച് തന്നെ നടത്തണം എന്നുള്ളത് പാലിക്കാതെ അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അല്ലെങ്കിൽ അവിടുത്തെ ആരുമായി ആലോചിക്കാതെ പറയുന്ന ധാരപാലക ശില്പങ്ങൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ആ ഒരു കേസ് 2025-ലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വെളിയിൽ വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഇത് ആസ്പദമായത് എന്നാണ് 2018-ലാണ്. അന്ന് ആരാണ് കേരളം ഭരിക്കുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ്? കേരളത്തിന്റെ ദേവസ്വം ബോർഡ് മന്ത്രി ആരാണ്? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരാണ്? അപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ വർഷങ്ങളുടെ എല്ലാം രീതികളും ഈ പറയുന്ന രീതികളും എല്ലാം എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 2018-ഉം 2025-ഉം ആ കാലയളവിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് അധികാര കേന്ദ്രങ്ങളിലെല്ലാം ഇരിക്കുന്നത് CPM-ന്റെ നേതാക്കന്മാരാണ്. ഇതുമായി ബന്ധപ്പെട്ട് SIT-യുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട ബഹുമാനായ ജയചന്ദ്രൻ മാഷ് വളരെ SIക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന രീതിയിലേക്ക് SIT കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംസാരിച്ചു. അദ്ദേഹത്തിനെ ഞാൻ തർക്കിക്കുന്നില്ല. കാരണം അദ്ദേഹം അത് പറയുമ്പോൾ അദ്ദേഹം SIT-യുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഈ പറയുന്ന CPM-മായി അടുത്തിരിക്കുന്ന വാസു ഉൾപ്പെടെ ഉള്ളവർ ജയിലിൽ കിടന്നിട്ട് ആ അന്വേഷണം നേരെ കുറ്റക്കാരാണ് അല്ലെങ്കിൽ ആ അന്വേഷണം ശരിയായ രീതിയിലാണ് പറയുന്നതെങ്കിൽ അദ്ദേഹത്തിനെ പോലെയുള്ളവർ എന്തുകൊണ്ടാണ് CPM-നോട് ആവശ്യപ്പെടാത്തവർക്ക് ഇവർക്കെതിരെ നടപടി എടുക്കുവാൻ എന്തുകൊണ്ടാണ് ആവശ്യപ്പെടാത്തത് എന്നുള്ള ചോദ്യം ഇന്നും പൊതുസമൂഹത്തിൽ നിൽക്കുകയാണ്. അവ ഈ പറയുന്ന UDF സമ്മർദ്ദത്തിലാവുന്നു എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ്? ബഹുമാനപ്പെട്ട അടൂർ പ്രകാശ് MP ഇപ്പൊ കുറച്ചു മുമ്പ് തന്നെ പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ടായിരുന്നല്ലോ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ് എടുക്കുവാൻ വേണ്ടി SIT വിളിച്ചു. അതിപ്പോ UDFിന്റെ അധികാരങ്ങളിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ അധികാരമായി MP ആയിട്ട് MLA ആയിട്ട് ദേവസ്വം ബോർഡ് മെമ്പറായിട്ട് പ്രസിഡന്റായിട്ടൊക്കെ ഇരുന്ന ഒരുപാട് പേര് കേരളത്തിൽ UDFുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്ത് അന്വേഷണത്തിന് സ്റ്റേറ്റ്മെന്റ് എടുക്കാനോ അല്ലെങ്കിൽ എന്തിനു വിളിച്ചാലോ UDFിന്റെ നേതാക്കന്മാർ പൊക്കൊണ്ടിരിക്കും. അവരാരും അത് കുറ്റക്കാരാണ് എന്നുള്ളത് രീതിയിലേക്ക് അതിനെ വളച്ചൊടിക്കേണ്ട രീതിയിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ വളച്ചൊടിക്കേണ്ട കാര്യവുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ കുറ്റക്കാരായി നിൽക്കുന്നത് LDFും CPM-മായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് UDF എന്ത് ചെയ്തു? ഓണി ചോദിക്കുന്നുണ്ട്, UDF എന്ത് ചെയ്തു? RV ബാബുച്ചേട്ടൻ ഉൾപ്പെടെ ചോദിക്കുന്നുണ്ട്, എന്ത് ചെയ്തു? UDFുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തു എന്ന്. UDFുമാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ട് രാവും പകലും ഇല്ലാതെ കേരളത്തിലെ ഭക്ത സമൂഹത്തിന് വേണ്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാറുടെ സമരങ്ങളൊക്കെ പലയിടത്തും നനഞ്ഞ പടക്കങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു? അല്ലെങ്കിൽ അവരുടെ സമരവീര്യങ്ങൾ പലയിടത്തും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ? അങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? പക്ഷേ UDFും പ്രതിപക്ഷം ഉൾപ്പെടെ നിയമസഭയിൽ ഉൾപ്പെടെ ഇപ്പൊ കഴിഞ്ഞ നിയമസഭയുമായി ബന്ധപ്പെട്ട സമ്മേളനങ്ങൾ ഉൾപ്പെടെയുള്ള സമ്മേളനങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ തങ്കപ്പാളികൾ അടിച്ചുകൊണ്ടുപോയവർക്കെതിരെ, കള്ളന്മാർക്കെതിരെ, കാട്ടുകള്ളന്മാർക്കെതിരെ സമരം ചെയ്യുകയും അതിനുമായി ബന്ധപ്പെട്ട് ഉള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കള്ളന്മാർക്കെതിരെ നടപടി എടുക്കണമെന്നുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിനും ഭക്തസമൂഹത്തിനും വേണ്ടി സമരം ചെയ്യുന്നത് UDF ആണ്. അതുകൊണ്ട് UDF പ്രതിസന്ധിയിലും അല്ലെങ്കിൽ UDFുമായി ബന്ധപ്പെട്ട് ഒതുക്കി തീർക്കലോ ഒന്നുമില്ല ഇതിനകത്ത് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2018 ഈ ധാരപാലക ശില്പങ്ങൾ കൊണ്ടുപോകുമ്പോൾ സ്മാർട്ട് ക്രിയേഷനിൽ കൊണ്ടുപോകുമ്പോൾ 40 വർഷത്തെ വാറണ്ടിയുമായിട്ടാണ് തിരിച്ചു വരുന്നത്.
ആ 40 വർഷത്തിൽ ഇത്ര വർഷം കഴിയുമ്പോൾ 2025 വീണ്ടും കൊണ്ടുപോകാൻ വേണ്ടി ഒപ്പിടുന്നത് ആരാ? പ്രശാന്തും വാസവനും ഒക്കെ ആയിട്ടാണ്. അപ്പൊ ഈ രണ്ട് മന്ത്രിമാർക്കും, ഒരു ദേവസ്വം ബോർഡ് ഭരിക്കുന്ന രണ്ട് മന്ത്രിമാർക്കും ഒരേ രീതിയിൽ പങ്കുള്ള രീതിയിലേക്ക് ഈ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിട്ടിരുന്ന വാസുവും പത്മകുമാറും പ്രശാന്തും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട് എന്നുള്ള രീതിയിലേക്ക് അന്വേഷണം പൊക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടേക്കാണ് ഈ പറയുന്ന ശബരിമല പോലെ ഒരു ക്ഷേത്രത്തിലെ ആരായാലും ഇപ്പം എന്താ ഈ പൊന്മാത്തുള്ള കാരാട്ടുള്ള ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി, അത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് പരികർമ്മികളായിട്ടും ശബരിമലയിലെ പിന്നെ പരികർമ്മികളായിട്ടും അല്ലെങ്കിൽ ശാന്തിമാരായിട്ടും ജോലിക്കാരായിട്ടും ഒക്കെ വരുന്നവർ ഒന്നും എങ്ങനെയൊക്കെ വരുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അങ്ങനെ ഒരു കള്ളത്തരത്തിലേക്ക് അല്ല, അതൊക്കെ വ്യക്തമാകുന്നുണ്ട്. കാരണം ഒരു കീഴ്ഘടകം എങ്ങനെയാണ് ഇത്രയധികം സ്വാധീന ശക്തിയായത് എന്നുള്ളതൊക്കെ. ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ വെറും ആയുധങ്ങൾ മാത്രമാണ്, ഇരകൾ മാത്രമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വമ്പൻ സാവുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. സമയക്കുറവുള്ളതുകൊണ്ടാണ്. ശ്രീ എം ജയചന്ദ്രനിലേക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഇത് നമ്മൾ പഞ്ചാബി ഹൗസ് സിനിമ കണ്ടതാണ്. പഞ്ചാബി ഹൗസ് സിനിമയ്ക്കകത്ത് മുതലാളിക്ക് വേണ്ടി യോധയിലേക്ക് ഇടുന്ന രമണനെ പറ്റി അറിയാമല്ലോ. അങ്ങനെയുള്ള രമണന്മാരാണ് ഇപ്പൊ പിടിയിലായിട്ടുള്ളത്. മുതലാളി ഇപ്പോഴും കളത്തിന് വെളിയിൽ നിൽക്കുകയാണ്. ഈ മുതലാളി രമണന്മാരെ തള്ളിപ്പറയുന്ന രീതിയിലേക്ക് വരുമ്പം ഈ മുതലാളിമാരെ കുടുങ്ങും. അതുകൊണ്ട് ഈ പറയുന്ന അന്വേഷണം ശരിയായ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ഈ പറയുന്ന മുതലാളിമാർ കുടുങ്ങുന്ന രീതിയിലേക്ക് വരും. അല്ലാതെ UDF നേതാക്കന്മാരെയോ സോണിയാഗാന്ധിയോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചുമ്മാതെ ചിത്രീകരിച്ച് ഈ അന്വേഷണം അല്ലെങ്കിൽ ഈ ചർച്ച ഇതുപോലുള്ള പൊതുസമൂഹത്തിൽ ചർച്ച മാറ്റിയെടുക്കുവാൻ വേണ്ടിയുള്ള ശ്രമം മാത്രമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യസന്ധമായ വ്യക്തമായ കാര്യം.